നമസ്കാരം. മിനിയാസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറൊന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 3-4 സ്പൂൺ ചോറ് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴിക്കുന്ന ചോറുണ്ടല്ലോ, അത് ഏത് ചോറാണെങ്കിലും വേണ്ടില്ല. അപ്പോൾ ഒരു 3-4 സ്പൂൺ ചോറ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊരു നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചിട്ട് എടുക്കണേ. അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി. ഒരുപാട് വെള്ളം ഒന്നും കൂടി പോകരുത്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില അർജൻറ്റ് സിറ്റുവേഷനിൽ കുട്ടികൾക്ക് പല പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് പശയൊക്കെ ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പം അങ്ങനെ പശയൊക്കെ തീർന്നു പോയി അല്ലെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഈ കഴിക്കുന്ന ചോറ് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തിട്ട് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ആ ചോറ് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ മിക്സിയിലിട്ടിട്ടൊന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 3 സ്പൂൺ ചോറൊക്കെ എടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മിക്സിയിലൊന്ന് കറങ്ങി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അത്രയും ചോറ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ട് സാധാരണ നമ്മൾ ഒട്ടിക്കാറൊക്കെ ഉണ്ട് അല്ലേ. ചില അർജൻറ്റ് സമയങ്ങളിലൊക്കെ ഒന്നും പശയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അത് അത്ര സ്ട്രോങ് ആയിരിക്കത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു പശ എന്ന് പറയുന്നത് ഫെവിക്കോൾ പോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശയാണേ. അപ്പം അങ്ങനെ സ്ട്രോങ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിലോട്ട് ഒരു സംഭവം കൊണ്ട് ചേർത്ത് കൊടുക്കണം. വേറൊന്നുമല്ല, നമ്മൾ രാവിലെ പല്ല് തേക്കുന്നത് നമ്മുടെ ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതേ ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടും കൂടെ. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന പശ എത്രത്തോളം സ്ട്രോങ് ആണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതേണ്ട ഞാനൊരു പേപ്പർ എടുത്തിട്ട് അതൊന്ന് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് പശയൊന്ന് ആക്കി കൊടുത്തു. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഉണങ്ങിയതിന് ശേഷം ഇത് ഉണ്ടോ, ഞാനിതൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത്. നമ്മൾ ഫെബിക്കോളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പശയാണിത്. കണ്ടത് കറക്റ്റായിട്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കീറി പോവുകയാണ്. അപ്പോൾ ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒരു അർജൻറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ പശ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വെറുതെ കാശ് മുടക്കി പശ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പ്. ഇനി നമ്മുടെ വസ്ത്രങ്ങളിലൊക്കെ ഇതുപോലെ മഞ്ഞൾ കറ പറ്റിയാൽ അത് എങ്ങനെയാണ് കളയുന്നത് എന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടി നമുക്ക് വേണ്ടത് വേറൊന്നുമല്ല, നമ്മൾ പല്ല് തേക്കുന്ന നമ്മുടെ ടൂത്ത് പേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ പാർട്ടികളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുത്ത് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോഴായിരിക്കും നമ്മുടെ പുതിയ വസ്ത്രങ്ങളിലൊക്കെ ഇതുപോലെ കറിയുടേതോ അല്ലെങ്കിൽ മഞ്ഞൾ കറിയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയോടുകൂടി അലക്കിയില്ലെങ്കിൽ കറിയോടൊപ്പം തുണിയുടെ നിറമൊക്കെ മങ്ങിപ്പോകും അല്ലേ. അപ്പോൾ അങ്ങനൊന്നും വരാതെ ഈസി ആയിട്ടിട്ട് നമുക്ക് ആ മഞ്ഞൾ കറ കളയാനുള്ളൊരു ടിപ്പാണ്. വേറൊന്നുമല്ല, ഇതുപോലെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അല്പം ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കൈ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ആഴത്തിൽ ഒന്ന് ബലം പിടിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ആദ്യത്തെ തവണ ഇങ്ങനെ ഒന്ന് കഴുകി കഴിയുമ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് മാറി കിട്ടും. വീണ്ടും നമ്മൾ ഒരു തവണ കൂടി ആ ഒരു പേസ്റ്റ് ഒന്ന് തേച്ചിട്ട് ഒന്നും കൂടി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 തവണ അല്ലെങ്കിൽ 3 തവണ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ക്ലീൻ ആയിട്ട് തന്നെ ആ ഒരു മഞ്ഞൾക്കറ പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈകളിലൊക്കെ മഞ്ഞളിൻ്റെ കറ പറ്റിയാലും ഇതുപോലെ നമുക്ക് അല്പം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഉരച്ച് തേച്ച് കഴുകിയെടുത്താൽ ആ മഞ്ഞൾ കറയെല്ലാം പൂർണ്ണമായിട്ടും പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ മഷിക്കറ പറ്റിയാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഭിത്തിയിലൊക്കെ കുട്ടികളൊക്കെ അതും ഇതുമൊക്കെ വരച്ചിട്ട് പാടുകൾ അതുപോലെ തന്നെ അഴുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ടിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ടിപ്പുകളെല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി 3-ാമത്തെ ടിപ്പ്. അതിനു വേണ്ടി ഞാൻ ആ ചായപാത്രം ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടിപ്പ് സ്ത്രീകളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ്. ഒരു 2 സ്പൂൺ ഉലുവ ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം മഞ്ഞളും ഒക്കെ ഒന്ന് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെ ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടെ ഒന്ന് ഒടിച്ചൊടിച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് ചായപ്പൊടിയാണ്. അപ്പോൾ ഇതേണ്ട 1 സ്പൂൺ ചായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. 2-2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. നല്ലതുപോലെ അത് തിളപ്പിച്ചെടുക്കണം. ഇത് എന്തിനാണെന്നോ, ആർത്തവ സമയത്തെ വേദന കുറയ്ക്കാനുള്ള നല്ല ഒരു ഹോം റെമഡിയാണ് ഇത്.
ആർത്തവ സമയത്തെ വേദന സഹിക്കുന്നത് പ്രസവ വേദന സഹിക്കാൻ സ്വയം നമ്മളെ പര്യാപ്തമാക്കുമത്രേ. ഇങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ? കാര്യം എന്തായാലും എല്ലാ മാസവും മുടങ്ങാതെ എത്തുന്ന ഈ വേദന സഹിക്കാൻ ഇത്തിരി പ്രയാസം തന്നെയാണ്. ആർത്തവ സമയത്ത് അടിവയറ്റിൽ അല്പം പോലും വേദനയും മറ്റ് അസ്വസ്ഥതകളും അനുഭവിക്കാത്തവർ നമുക്കിടയിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് അല്ലേ? നടുവേദന, വയറുവേദന, കാലുകൾക്കുണ്ടാകുന്ന മരവിപ്പ്, കട്ടുകഴപ്പ്, തലവേദന, അങ്ങനെ ഛർദി, വിഷാദരോഗം, അങ്ങനെ എന്തെല്ലാം വിഷമഘട്ടങ്ങളിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും പ്രയോജനപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വെള്ളം ചൂടോടുകൂടി നമുക്ക് കുടിക്കാവുന്നതാണ്. ഇത് പീരിയഡ്സിന് 2-3 ദിവസം മുമ്പ് തന്നെ വെള്ളം ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. സാധാ ദിവസം എങ്ങനെയാണ് അതേപോലെ തന്നെ ആയിരിക്കും. യാതൊരു വിധത്തിലുള്ളതായ പെയിനോ ബുദ്ധിമുട്ടുകളോ ഒന്നും അനുഭവപ്പെടത്തില്ല. അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് കടക്കാം. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ സുലഭമായിട്ടുള്ള ഒന്നാണല്ലോ അടയ്ക്ക. അപ്പോൾ അടയ്ക്ക സാധാരണ വെറ്റില മുറുക്കാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അല്ലേ? ഈ അടയ്ക്കയ്ക്ക് വെറ്റില മുറുക്കാൻ മാത്രമല്ല ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്നൊരു അടയ്ക്ക കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങളെ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. ഈ അടയ്ക്ക ഉണ്ടല്ലോ, ദഹനത്തെ സഹായിക്കുകയും കഫമൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുകയും ചെയ്യും. പിന്നെ പല്ലിൻ്റെ ആരോഗ്യത്തിനും ഉദര രോഗങ്ങൾക്കൊക്കെ ഔഷധമായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ പച്ചടയ്ക്ക ചവയ്ക്കുന്നത് തലകറക്കമൊക്കെ ഉണ്ടാക്കും, ഒരുമാതിരി ഒരു ചൊരുക്ക് പോലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ആയുർവേദത്തിലാണെങ്കിൽ ഇത് ഔഷധ നിർമ്മാണത്തിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഗ്രഹിണി, വയറുവേദന അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾക്ക് പാലിലൊക്കെ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ ചുണ്ണാമ്പില്ലാതെ കരിങ്ങാലിയുടെ ആ ഒരു കാതലും അടയ്ക്ക ചുട്ട കരിയും കൂടെ ചേർത്തിട്ട് പല്ല് തേക്കുന്നത് ദന്തരോഗങ്ങൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. ഈ അടയ്ക്ക ചുടണം, ചുട്ടിട്ട് ഇതിൻ്റെ കരി എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കന്നുകാലികളിലെ ഉദരരോഗങ്ങൾക്കും അതുപോലെ കൃമിനാശകമായിട്ടൊക്കെ ഈ ഒരു അടയ്ക്ക ഉപയോഗിക്കാറുണ്ട്. പിന്നെ നാവിൽ രുചി ഉണ്ടാക്കാനും കണ്ഠശുദ്ധി വരുത്തുവാനും ഒക്കെ അടയ്ക്ക ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പച്ച അടയ്ക്ക ചവയ്ക്കുന്നത് തലകറക്കത്തിനും ബോധക്ഷയത്തിനും ഒക്കെ കാരണമായി തീരും. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും അല്ലേ? ഇത് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ഇനം ചെടിയാണ്. ഇതിൻ്റെ പേര് വള്ളി ഉഴിഞ്ഞ എന്നാണ്. നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉള്ള ഒരു ചെടി തന്നെയാണ് ഇത് കേട്ടോ. ഇത് കാണാനും നല്ല ഭംഗിയാണ്. വഴിയോരത്തെങ്ങാനും കണ്ടാൽ ഇതിൻ്റെ കുരു ശേഖരിച്ച് വീട്ടുപരിസരത്തൊക്കെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. എപ്പോഴാണ് ഇതിൻ്റെ ഉപയോഗം വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ചതവുകൾക്ക് കൺകണ്ട ഔഷധമാണ്. ചതവൊക്കെ എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? അപ്പം സമ്പത്ത് കാലത്ത് തൈ 10 നട്ടാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്ന് പറയുന്ന ആ ഒരു ചൊല്ല് ഈ ഒരു സസ്യത്തിൻ്റെ കാര്യത്തിലും വളരെ അന്വർത്ഥമാണ്. കാരണം ഇത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ്. ഞാനിപ്പോൾ ഇതിവിടെ ഉപയോഗിക്കുന്നുണ്ടല്ലോ, നമ്മുടെ മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും താരൻ പോകാനും തലയിലുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകൾ, അതായത് ചൊറിച്ചിൽ, പേൻ ശല്യം, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഈ വള്ളി ഉഴിഞ്ഞ. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഈ വള്ളി ഉഴിഞ്ഞ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം സമൂലം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇതിൻ്റെ വേരും പൂവും കായും എല്ലാം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുത്തത് ഒന്ന് അരിച്ചെടുക്കണം നമുക്ക്. കാരണം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ടുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ഈ ഒരു മിശ്രിതത്തിലേക്ക് നമുക്ക് കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം താരനൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്, മുടിക്കും നല്ലതാണല്ലോ നെല്ലിക്കാപ്പൊടി. ഇനി ഈ നെല്ലിക്കാപ്പൊടി ഇല്ലയെന്ന് കരുതിയിട്ട് ആരും ബുദ്ധിമുട്ടുണ്ട, നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് തന്നെ ഇങ്ങനെ അരച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു നീര് നമ്മുടെ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. മുടി ഇഴകളിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഇതുപോലെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതൊക്കെ ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. വള്ളി ഉഴിഞ്ഞെ കുറിച്ചിട്ട് വേറൊരു വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഇത് നല്ലപോലെ തലയോട്ടിയിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് സാധാ വെള്ളത്തിൽ ഒരു എന്താ പറയുക, ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. സാധാ വെള്ളത്തിലൊന്ന് കഴുകി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മുടി കിടക്കും. നല്ല സിൽക്കി സോഫ്റ്റി ആയിട്ട് കിടക്കും. മുടി നന്നായിട്ട് വളരാനും തലയിലെ ചൊറിച്ചിൽ, പേൻ ശല്യം ഒക്കെ പോകാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇനി വഴിയോരത്ത് കാണുന്ന ഈ വള്ളി ഉഴിഞ്ഞ എന്ന ചെടിയെ നിങ്ങൾ ആരും മറന്നു കളയരുത്. എവിടെ കണ്ടാലും പറിച്ച് വീട്ടിൽ നട്ടുപിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കായ ഉണ്ടെങ്കിൽ കാ പറിച്ചുകൊണ്ടൊന്ന് നട്ടാലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്.